ആലപ്പുഴ ജില്ലയിലെ പൂന്തോപ്പ് എന്ന സ്ഥലത്ത് 1924 ഒക്ടോബർ മാസം 14-ാം തീയതിയാണ് നമ്പ്യാതിശ്ശേരിയിൽ വർക്കി ജോൺ എന്ന മലയാളത്തിൻ്റെ പിൽക്കാലത്ത് പ്രശസ്തനായ സംവിധായകൻ ശശികുമാർ ജനിക്കുന്നത്. ആലപ്പുഴയിലെ തന്നെ ലിയോ കോൺവെൻറ്റിലും തേവര സേക്രഡ് ഹാർട്ടിലുമായി അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കി. ലിയോ കോൺവെൻറ്റിൽ പഠിക്കുമ്പോൾ സവിശേഷമായ ഒരു അനുഭവം അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹം ഒരു ചിത്രം കാണുന്നു. സ്കൂളിലെ പ്രിൻസിപ്പലിൻ്റെ മുറിക്ക് പുറത്താണ് ആ ചിത്രം വച്ചിരുന്നത്. ഒരു വൈദികനെ ബ്രിട്ടീഷ് പട്ടാളം വെടിവെച്ച് കൊല്ലുന്ന ചിത്രമായിരുന്നു അത്. എന്താണ് ഇതിന് പിന്നിലുള്ള, ഈ രക്തസാക്ഷിത്വത്തിന് പിന്നിലുള്ള കാരണമെന്നറിയാൻ അദ്ദേഹത്തിൻ്റെ മനസ്സ് വെമ്പി. പക്ഷേ ചെറിയ കുട്ടിയായതിനാൽ അദ്ദേഹത്തിനോട് ആരും ആ കഥ പറഞ്ഞു കൊടുത്തില്ല. പിൽക്കാലത്ത് ഈ സംഭവം മനസ്സിൽ കിടന്ന് വളർന്ന് അദ്ദേഹം ഒരു നാടകം എഴുതി. ആ നാടകമാണ് ജീവാർപ്പണം. ഒരു കലാകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സംരംഭമായിരുന്നു ജീവാർപ്പണം. പിന്നീട് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ നടൻ എന്ന നിലയിലാണ് ശശികുമാർ മലയാള സിനിമയിൽ എത്തിച്ചേരുന്നത്. വിശപ്പിൻ്റെ വിളി ആണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം. രസകരമായ മറ്റൊരു കാര്യം, പ്രശസ്ത നടനായ പ്രേം നസീറും ശശികുമാറും ഒരേ ദിവസം ഒരേ മണിക്കൂറിലാണ് സ്ക്രീൻ ടെസ്റ്റ് എടുത്തത് ആലപ്പുഴയിലെ ഉദയ സ്റ്റുഡിയോയിൽ. ആലപ്പുഴയിലെ ഉദയ സ്റ്റുഡിയോ ഉടമ കുഞ്ചാക്കോ അതായത് ശശികുമാറിൻ്റെ പിതാവ് വർക്കിയുടെ അടുത്ത സുഹൃത്തായിരുന്നു. അതുകൊണ്ടാണ് ആ സിനിമയിൽ അഭിനയിക്കാൻ അദ്ദേഹത്തിന് ഒരു അവസരം കിട്ടിയത്. പ്രേം നസീർ അക്കാലത്ത് ഉദയ സ്റ്റുഡിയോയിലെ വലിയ വിശാലമായ ക്യാമ്പസിൽ ഒരു ചെറിയ കൂരയിലായിരുന്നു പ്രേം നസീർ താമസിച്ചിരുന്നത്. അക്കാലത്ത് അദ്ദേഹത്തിന് ശശികുമാർ എന്ന പേര് വന്നിട്ടില്ലായിരുന്നു. പ്രേം നസീറിൻ്റെ പേരും പ്രേം നസീർ എന്നല്ലായിരുന്നു. നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ അബ്ദുൽ ഖാദർ എന്ന പേരാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അബ്ദുൽ ഖാദറും നമ്പ്യാതിശ്ശേരിയിൽ വർക്കി ജോണും. അബ്ദുൽ ഖാദർ നായകനും വർക്കി ജോൺ വില്ലൻ. രണ്ട് വ്യത്യസ്ത മതത്തിൽപ്പെട്ടവർ തമ്മിലുള്ള സംഘർഷം ഉണ്ടാവുമോ എന്ന് ഭയന്ന് കുഞ്ചാക്കോയാണ് രണ്ടുപേരുടെയും പേര് മാറ്റാൻ ആദ്യമായി തീരുമാനിക്കുന്നത്. ഭാഗ്യവശാൽ അപ്പോൾ അവിടെ എത്തിച്ചേർന്ന തിക്കുറിശ്ശി സുകുമാരൻ നായരോട് കുഞ്ചാക്കോ പറഞ്ഞു, ഒരു ചെറിയ പ്രശ്നമുണ്ട്. വിശപ്പിൻ്റെ വിളി എന്ന നമ്മുടെ ഈ ചിത്രം പൂർത്തിയാകണമെങ്കിൽ, അത് പ്രേക്ഷകർ സ്വീകരിക്കണമെങ്കിൽ ഈ രണ്ട് നായകനും വില്ലനും പേര് മാറ്റണം. നായകൻ എന്ത് പേരിടണം, വില്ലൻ എന്ത് പേരിടണം? നായകൻ അബ്ദുൽ ഖാദർ, മറ്റേയാൾ വർക്കി ജോൺ. എന്തു ചെയ്യും? തിക്കുറിശ്ശി സുകുമാരൻ നായരെ പോലെ പേരിടാൻ വിദഗ്ധനായ മറ്റൊരാൾ മലയാള സിനിമയിൽ ഉണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ടാണ് കുഞ്ചാക്കോ മുതലാളി അദ്ദേഹത്തോട് ഈ കാര്യം പറഞ്ഞത്. തിക്കുറിശ്ശി സുകുമാരൻ നായർ വളരെ പെട്ടെന്ന് പേരുകൾ നിശ്ചയിക്കുകയാണ്. നായകൻ്റെ പേര് പ്രേം നസീർ, അബ്ദുൽ ഖാദർ പ്രേം നസീറായി. ഇപ്പുറത്തെ വില്ലനായ വർക്കി ജോണിൻ്റെ പേര് ശശികുമാർ. അക്കാലത്ത് ദിലീപ് കുമാർ, അശോക് കുമാർ തുടങ്ങി ഹിന്ദി സിനിമയിൽ നിറഞ്ഞു നിന്ന താരങ്ങളുണ്ടായിരുന്ന കാലമായിരുന്നല്ലോ അത്. കുമാർ എന്നത് ഒരു ഫാഷനുമായിരുന്നു. പ്രേം നസീർ എന്ന പേര് അബ്ദുൽ ഖാദറിന് ഇഷ്ടപ്പെട്ടു. ഇപ്പുറത്ത് വർക്കി ജോണിന് ശശികുമാർ എന്ന പേരും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു നടനായി മലയാള സിനിമയിൽ എത്തിച്ചേർന്ന ശശികുമാർ പിൽക്കാലത്ത് 140ഓളം സിനിമകൾ സംവിധാനം ചെയ്തു. എങ്ങനെയാണ് അദ്ദേഹം ഒരു സംവിധായകനായത്? സാക്ഷാൽ പ്രേം നസീർ എന്ന മഹാനായ കലാകാരൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ശശികുമാർ ഏതെങ്കിലുമൊക്കെ സിനിമയിൽ ചെറിയ ചെറിയ റോളുകൾ അഭിനയിച്ച് ജീവിച്ചേനെ. പല ദിവസങ്ങളിലായി പ്രേം നസീർ ശശികുമാറിനോട് പറഞ്ഞു, നിങ്ങൾ ഈ ജോലി കളഞ്ഞിട്ട് സിനിമയ്ക്ക് പിന്നണിയിലേക്ക് പോകൂ. സിനിമയുടെ മുന്നിൽ നിൽക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് നല്ലത് സിനിമയുടെ പിന്നിൽ നിൽക്കാനാണ്. അങ്ങനെയാണ് മെർലാൻ സ്റ്റുഡിയോയിൽ ശശികുമാർ എത്തിച്ചേരുന്നത്. അവിടെ നിന്ന് തുടങ്ങുന്നു ശശികുമാർ എന്ന ഭാഗ്യവാനായ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സംവിധായകൻ. ഒരുപാട് ഹിറ്റ് ചിത്രങ്ങൾ, ഒരുപാട് ചരിത്ര ചിത്രങ്ങൾ മലയാളത്തിന് സമ്മാനിച്ച ശശികുമാറിൻ്റെ ജീവിതം. ഇക്കുറി തിരക്കഥയുടെ രീതിശാസ്ത്രം ചർച്ച ചെയ്യുന്നത് തൊമ്മൻ്റെ മക്കൾ എന്ന വളരെ പ്രശസ്തമായ ശശികുമാർ സിനിമയെക്കുറിച്ചാണ്. ഈ സിനിമയിലാണ് ആദ്യമായി ശശികുമാർ എന്ന പേര് എഴുതി ചേർക്കുന്നതെന്ന് ശശികുമാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. മുമ്പ് 1-2 ചിത്രങ്ങൾ അദ്ദേഹം എടുത്തെങ്കിലും അദ്ദേഹത്തിൻ്റെ പേരിലല്ല ആ ചിത്രങ്ങളെല്ലാം പുറത്തു വന്നത്. ശശികുമാറിൻ്റെ തൊമ്മൻ്റെ മക്കൾ പിൽക്കാലത്ത് മോഹൻലാലിനെ നായകനാക്കി സ്വന്തം എവിടെ ബന്ധം എവിടെ എന്ന പേരിലും ചലച്ചിത്രമായി. തൊമ്മൻ്റെ മക്കൾ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും സ്വന്തം എവിടെ ബന്ധം എവിടെ എന്ന ചിത്രം കണ്ടിട്ടുണ്ടാവണം. തിരക്കഥ രീതിശാസ്ത്രത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഒരുപാട് പ്രത്യേകതകളുള്ള സംവിധായകനായിരുന്നല്ലോ ശശികുമാർ. മലയാളത്തിൽ ചില റെക്കോർഡുകൾ അദ്ദേഹം ഇട്ടിട്ടുണ്ട്. ഒരു നടനുമായി ചേർന്ന് ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ എടുത്തിട്ടുള്ളത് അദ്ദേഹമാണ്. അതായത് പ്രേം നസീറുമായി ചേർന്നാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ സിനിമകൾ പുറത്തു വന്നിട്ടുള്ളത്.
അതുപോലെ തന്നെ മലയാളത്തിൽ ആദ്യത്തെ ക്രൈം ഷോട്ട് എടുക്കുന്നത് തൊമ്മറ്റ മക്കൾ എന്ന സിനിമയിൽ ശശികുമാറാണ്. അതുപോലെ തന്നെ മലയാളത്തിലെ ആദ്യത്തെ സ്റ്റണ്ട് സീനിൽ വില്ലനായി അഭിനയിച്ചതും ശശികുമാറാണ്. രസകരമായൊരു കഥയാണത്. KV കോശി എന്നൊരു നിർമ്മാതാവുമായി ചേർന്നാണ് അക്കാലത്ത് കുഞ്ചാക്കോ എന്ന ചാക്കോച്ചൻ ചിത്രങ്ങൾ നിർമ്മിച്ചിരുന്നത്. ബിഷപ്പിൻ്റെ വിളിയിൽ KV കോശിയും സഹ നിർമ്മാതാവായിരുന്നു. കോശിക്ക് വ്യക്തമായ വ്യാവസായിക താല്പര്യങ്ങളുണ്ടായിരുന്നു. കോശി അങ്ങ് പ്രഖ്യാപിക്കുകയാണ്, ഏതായാലും നമുക്കൊരു സ്റ്റണ്ട് സീൻ ഈ ചിത്രത്തിൻ്റെ ക്ലൈമാക്സായി ഉണ്ടാവണം. ബിഷപ്പിൻ്റെ വിളിയിൽ സ്റ്റണ്ട് സീൻ എന്ന് കേട്ടപ്പോൾ ശശികുമാറിന്, അതായത് വർക്കി ജോണിന് യാതൊന്നും മനസ്സിലായില്ല. അബ്ദുൽ ഖാദറിൻ്റെ അവസ്ഥയും അതുതന്നെയാണ്. കാരണം മലയാള സിനിമയിൽ ആരും ഒരു സ്റ്റണ്ട് സീൻ അതിനു മുമ്പ് കണ്ടിട്ടില്ല. സ്റ്റണ്ട് സീൻ ചിത്രീകരിക്കണമെങ്കിൽ അതിന് അനുയോജ്യമായ ക്യാമറ വേണം. അതൊന്നും അവിടെ ഷൂട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് ചിത്രീകരിക്കുക? അപ്പോൾ നായകൻ്റെ അടി വില്ലനും, വില്ലൻ്റെ അടി നായകനും കൊള്ളുമെന്നർത്ഥം. പ്രേംനസീർ അങ്ങനെ നായകനായി വരികയാണ്. അപ്പോൾ വില്ലനായ ശശികുമാർ നായികയെ എടുത്ത് കട്ടിലേക്ക് കിടത്തുന്നു. പെട്ടെന്ന് നായകൻ കടന്നു വരികയാണ്. ഒറ്റ ഇടി ശശികുമാറിൻ്റെ മൂക്കിനിട്ട്. എന്ത് സംഭവിച്ചു? ശശികുമാറിൻ്റെ മൂക്കിൽ നിന്ന് ചോര വന്നു. ഇതിനിടയിൽ പെട്ടെന്ന് തന്നെ അപ്പുറത്ത് കുഞ്ചാക്കോ സാർ, ചാക്കോച്ചൻ പറയുന്നുണ്ടായിരുന്നു, നിന്നെ അടിച്ചെങ്കിൽ നീ തിരിച്ചടിക്കണം. ശശികുമാർ ചാടി എഴുന്നേറ്റ് നേരെ പ്രേംനസീറിൻ്റെ മൂക്കിനിട്ട് കൊടുത്തു വരണം. പ്രേംനസീർ ആകെ ഹതാശനായി. കാരണം അത്രമാത്രം നിരപരാധിയായ, അത്രമാത്രം നിഷ്കളങ്കനായ ഒരാളായിരുന്നു അദ്ദേഹം. ഈ അടി അദ്ദേഹം പ്രതീക്ഷിച്ചതല്ല. ശശികുമാറും അടി പ്രതീക്ഷിച്ചത്. അങ്ങനെ അടിയിൽ തിന്നു തുടങ്ങിയ ബന്ധമാണ് ശശികുമാറും പ്രേംനസീറും തമ്മിലുള്ളത്. പ്രേംനസീറിൻ്റെ മരണ നിമിഷങ്ങൾക്ക് വരെ സാക്ഷിയായിട്ടുള്ള സംവിധായകനാണ് ശശികുമാർ. ഒരു ബന്ധം തുടങ്ങിയ രസകരമായ സംഭവം ഇവിടെയാണ്. നായകൻ രക്ഷപ്പെട്ടു, വില്ലൻ വെള്ളത്തിലായി. ചുരുക്കം പറഞ്ഞാൽ പ്രേംനസീർ മലയാളത്തിലെ മികച്ച നടനായി പതിയെ പതിയെ ഉയർന്നു വരികയാണ്. വില്ലനായ ശശികുമാർ ഒരു നിവൃത്തിയും കിട്ടാതെ അദ്ദേഹത്തിൻ്റെ പരാധീനതകളുമായി ചെറിയ ചെറിയ വേഷങ്ങളുമായി ജീവിച്ചു പോകുന്നു. ഇതിനിടയിൽ പ്രേംനസീറും, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പ്രേംനസീറും ശശികുമാറും വല്ലാതെ അടുത്തു. ഒരമ്മയുടെ വയറ്റിൽ പിറന്ന മക്കളെ പോലെയായിരുന്നു ഇരുവരുടെയും ജീവിതം. ശശികുമാറിൻ്റെ വളർച്ചയിൽ പ്രേംനസീറിൽ ഒരുപാട് ഉത്കണ്ഠകളുണ്ടായിരുന്നു. ഇതിനിടയിൽ പ്രേംനസീർ ശശികുമാറിനെ ശരിക്കും മനസ്സിലാക്കി. ശശികുമാറിൻ്റെ മനസ്സിൽ ഒരു സിനിമാ നടനല്ല, ആ മനസ്സിലുള്ളത് ഒരു സംവിധായകനാണെന്ന തിരിച്ചറിവ് ആദ്യം ഉണ്ടാകുന്നത് പ്രേംനസീറിനാണ്. അദ്ദേഹം ശശികുമാറിനോട് പറയുകയാണ്, നിങ്ങൾ എത്രയും വേഗം ഉദയയിൽ നിന്ന് രക്ഷപ്പെട്ട് തിരുവനന്തപുരത്ത് മെർലാൻഡിലേക്ക് പോകണം. സുബ്രഹ്മണ്യം മുതലാളിയോട് ഞാൻ കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ട്, നിങ്ങൾ അവിടെ ചെന്നാൽ മതി, കാര്യങ്ങളെല്ലാം നടക്കുമെന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശവും അദ്ദേഹം കൊടുത്തു. തിരുവനന്തപുരത്തെ നേമത്തുള്ള മെർലാൻഡ് സ്റ്റുഡിയോയിൽ പോയി സുബ്രഹ്മണ്യം മുതലാളിയെ കാണുമ്പോൾ ആദ്യം അദ്ദേഹം ഇരിക്കാൻ പറയും. ഭയഭക്തി ബഹുമാനങ്ങളോടെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ നിന്ന് പോയാൽ ജീവിതകാലം മുഴുവൻ നിൽക്കും എന്നായിരുന്നു ഉപദേശം. ഇരിക്കാൻ പറഞ്ഞാൽ അപ്പോൾ തന്നെ ഇരിക്കണം. തിരുവനന്തപുരത്തെ മെർലാൻഡ് സ്റ്റുഡിയോയിൽ ശശികുമാർ എത്തിച്ചേരുമ്പോൾ വാദപ്പനി വന്ന് കട്ടിലിൽ കിടക്കുകയാണ് സുബ്രഹ്മണ്യം മുതലാളി. അദ്ദേഹം ഉടനെ തന്നെ പ്രേംനസീർ പറഞ്ഞ ആ സംഭവം പറയുകയാണ്. ശശികുമാർ ഇരിക്കൂ എന്ന് പറയും. ആ മുറിയിൽ കസേരയൊന്നുമില്ലായിരുന്നു. ശശികുമാർ മറ്റൊന്നും നോക്കിയില്ല. മുതലാളി കിടക്കുകയായിരുന്ന കട്ടിലിൻ്റെ ഒരു മൂലയിലിരുന്നു. മുതലാളിക്ക് ശശികുമാറിനെ ഇഷ്ടപ്പെട്ടു. ഒരുപാട് നേരം അവർ സംസാരിച്ചു. തൻ്റെ സിനിമകളുമായി സഹകരിക്കാമോ എന്ന് ചോദിച്ചു. പ്രേംനസീർ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞു. അദ്ദേഹം സഹകരിക്കാൻ ഉറപ്പ് നൽകി. ഇതിനിടയിൽ മെർലാൻഡിൻ്റെ ചില ചിത്രങ്ങളുമായി ശശികുമാർ വളരെയേറെ സഹകരിച്ചു. അപ്പോഴും ഒരു സഹസംവിധായകൻ എന്ന റോളിൽ നിന്നും അദ്ദേഹത്തിന് വലിയ വളർച്ചയൊന്നും ഉണ്ടായില്ല. പിന്നീടൊരു ദിവസം തിരുവനന്തപുരത്തെ മെർലാൻഡിൽ പ്രേംനസീർ എത്തിച്ചേർന്നു. അദ്ദേഹം ശശികുമാറിനോട് പറഞ്ഞു, ഇനി ഇവിടെ നിൽക്കരുത്, ഇവിടെ നിന്ന് പോകണം. ശശികുമാർ പ്രേംനസീറിൻ്റെ മുഖത്തേക്ക് നിസ്സഹായമായി നോക്കി. ആദ്യം നിങ്ങൾ ഉദയയിൽ നിന്ന് എന്നോട് പോകണമെന്ന് പറഞ്ഞു, ഇപ്പോൾ മെർലാൻഡിൽ നിന്ന് പോകണമെന്ന് പറഞ്ഞു. ഞാൻ എങ്ങോട്ട് പോകണം? ഞാനൊരു ഏർപ്പാടുണ്ടാക്കിയിട്ടുണ്ട്. മദിരാശിയിൽ ചെന്ന് തോമസ് പിക്ചേഴ്സിൻ്റെ PA തോമസിനെ കാണണം. അദ്ദേഹം ഒരു ചിത്രം സംവിധാനം ചെയ്യാൻ പോവുകയാണ്. അദ്ദേഹത്തിന് സംവിധാനത്തെക്കുറിച്ചൊന്നും അറിയില്ല. ഈ ചിത്രം നിങ്ങളുടെ ആദ്യ ചിത്രമാവും. ഒരാൾ കൂടി കള്ളനായി എന്നതാണ് ഈ ചിത്രത്തിൻ്റെ പേര്. മദിരാശിയിലെത്തിയ ശശികുമാർ തോമസിൻ്റെ ഓഫീസിൽ ചെന്ന് തോമസിനെ കാണുകയാണ്. തോമസ് യഥാർത്ഥത്തിൽ നിർമ്മാതാവാണ്, അദ്ദേഹം ഒരു സംവിധായകനല്ല. ശശികുമാറിനെ ചിത്രത്തിൻ്റെ സംവിധാന ചുമതല ഏൽപ്പിക്കുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ചിത്രം റിലീസാകുമ്പോൾ ടൈറ്റിലിൽ എഴുതി കാണിച്ചത് സംവിധാനം PA തോമസ് എന്നാണ്. ശശികുമാർ ചിത്രത്തിലേ ഇല്ല. പകരം രണ്ടാമത്തെ കാർഡിൽ സഹസംവിധാനം ശശികുമാർ എന്നെഴുതിയിരിക്കുന്നു. ശശികുമാർ ആദ്യമായി സ്വതന്ത്രമായി സംവിധാനം ചെയ്ത ചിത്രമാണ് ഒരാൾ കൂടി കള്ളനായി.
പി.എ. തോമസുമായുള്ള സഹകരണം കൊണ്ട് തൻ്റെ ജീവിതത്തിൽ വലുതായൊന്നും നേടാൻ കഴിയില്ലെന്ന് ശശികുമാർ മനസ്സിലാക്കിയത് പെട്ടെന്നാണ്. കുടുംബിനി എന്ന രണ്ടാമത്തെ ചിത്രമാണ് കാരണമായത്. കബീർ പൊന്നമ്മയായിരുന്നു ഈ ചിത്രത്തിലെ നായിക. കുടുംബിനി എന്ന ചിത്രം വളരെ മികച്ച രീതിയിൽ സംവിധാനം ചെയ്യപ്പെട്ട ഒന്നാണ്. ടി വാസുദേവൻ സാർ ഈ ചിത്രം കണ്ട ഉടനെ പി.എ. തോമസിനോട് പറയുകയാണ് ഈ ചിത്രത്തിന് തീർച്ചയായും അവാർഡ് കിട്ടുമെന്ന്. ശശികുമാർ ആ സമയം അവിടെ സന്നിഹിതനായിരുന്നു. പി.എ. തോമസ് പിന്നീട് മറ്റൊന്നും ആലോചിച്ചില്ല. അദ്ദേഹം സംവിധാനം ശശികുമാർ എന്ന കാർഡ് മാറ്റി സംവിധാനവും നിർമ്മാണവും പി.എ. തോമസ് എന്നാക്കി മാറ്റി. ടി വാസുദേവൻ സാറിന് ഇങ്ങനെ പറയാനൊരു മനസ്സ് അപ്പോഴുണ്ടായല്ലോ ദൈവമേ എന്നാണ് ശശികുമാർ ആലോചിച്ചത്. പക്ഷേ ശശികുമാറിന് അതിലൊരു മനസ്താപവും ഉണ്ടായില്ല. കാരണം സിനിമ ഇങ്ങനെയാണ്, സിനിമയിൽ വളരാൻ ഇത് മാത്രമാണ് വഴി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം BPM മാണിക്യവും കാശി വിശ്വനാഥനും ചേർന്ന് ശശികുമാറിനെ കാണുന്നു. ഇതിനിടയിൽ പോർട്ടർ കുഞ്ഞാലി എന്നൊരു ചിത്രവും ശശികുമാർ സംവിധാനം ചെയ്തിരുന്നു. ഇരുവരും വന്ന് ശശികുമാറിന് അഡ്വാൻസ് കൊടുക്കുകയാണ് 10,000 രൂപ. ശശികുമാറിൻ്റെ ജീവിതത്തിൽ ആദ്യമായാണ് അദ്ദേഹം 10,000 രൂപ ഒരുമിച്ച് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. നിങ്ങൾ ഒരു ചിത്രം ഞങ്ങൾക്ക് വേണ്ടി സംവിധാനം ചെയ്തു തരണം എന്നായിരുന്നു ആവശ്യം. ശശികുമാറിൻ്റെ മനസ്സിൽ അദ്ദേഹം ഒരുപാട് കാലമായി കൊണ്ടു നടന്നൊരു കഥയുണ്ടായിരുന്നു അപ്പോൾ. അതായത് മധ്യ തിരുവിതാംകൂറിൽ നിന്നൊരു കുടുംബം അവരുടെ കോഴിയും പട്ടിയും ആടും ഒക്കെയായി അവർ കുടിയേറ്റ മേഖലയായ മലബാറിലേക്ക് കുടിയേറുന്ന ഒരു കാളവണ്ടിയിലാണ് യാത്ര. ആ യാത്രയാണ് ആ സിനിമയുടെ വിഷയം. അങ്ങനെ എത്തിച്ചേരുന്ന ഒരു കുടുംബത്തിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ കഥയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് അതിന് തലക്കെട്ടും ടൈറ്റിലും ഉണ്ടായിരുന്നു. തൊമ്മൻ്റെ മക്കൾ എന്നായിരുന്നു ആ സിനിമയുടെ തലക്കെട്ട്. തൻ്റെ ജീവിതത്തിൽ 140ഓളം സിനിമ സംവിധാനം ചെയ്ത തനിക്ക് മലയാളത്തിൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ തൊമ്മൻ്റെ മക്കളാണെന്ന് പിൽക്കാലത്തും ശശികുമാർ ഒരു ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി. കാരണം ശശികുമാറിൻ്റെ ജീവിതവും തൊമ്മൻ്റെ മക്കൾ എന്ന സിനിമയും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ടായിരുന്നു. ശശികുമാറിൻ്റെ സഹോദരൻ ആ സിനിമ സിനിമ തിയേറ്ററിൽ നിന്ന് കണ്ടു കഴിഞ്ഞ് ശശികുമാറിനെ വിളിച്ച് പറയുകയാണ്, ഇതിൻ്റെ സിനിമയുടെ പേര് തൊമ്മൻ്റെ മക്കളെന്നല്ല വർക്കിയുടെ മക്കളെന്നാണ്. കാരണം വർക്കി എന്ന ആളിൻ്റെ മക്കളാണല്ലോ ശശികുമാറും, അതായത് നമ്പ്യാതിശ്ശേരിയിൽ വർക്കി ജോണും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളും. അവരുടെ ജീവിതവുമായി ഏറെ ഇറുകിച്ചേർന്ന ഒരു കഥയായിരുന്നു ഇത്. തൊമ്മൻ്റെ മക്കളുടെ സംഭാഷണം എഴുതിയത് PJ ആൻ്റണിയാണ്. കുടുംബിനി എന്ന ചിത്രത്തിൻ്റെ പൂർണ്ണമായ തിരക്കഥ ശശികുമാറാണ് എഴുതിയത്. തിരക്കഥ എന്ന് വേണ്ട, സിനിമയിലെ സമസ്ത വിഭാഗങ്ങളിലും അതിനു മുമ്പ് തന്നെ ശശികുമാർ നൈപുണ്യം നേടിയിരുന്നു. കാരണം അദ്ദേഹം മെർലാൻഡ് സ്കൂളിൽ നിന്നാണ് എല്ലാം പഠിച്ചത്. എല്ലാം പഠിപ്പിക്കുന്ന ഒരു സ്കൂളായിരുന്നല്ലോ മെർലാൻഡും അതിൻ്റെ മുതലാളിയായിരുന്ന P. സുബ്രഹ്മണ്യവും. തൊമ്മൻ്റെ മക്കൾ എന്ന ചിത്രത്തിൻ്റെ ചിത്രീകരണം ഒരു പുഴ പോലെ അനായാസമായിരുന്നുവെന്ന് ശശികുമാർ പിൽക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. വളരെ രസകരമായിരുന്നു അതിലെ ഓരോ രംഗങ്ങളും ചിത്രീകരിക്കുന്നത്. കാരണം ഇത് തൻ്റെ സിനിമയാണെന്ന ബോധം ശശികുമാറിനുണ്ടായിരുന്നു. മധുവും കൊട്ടാരക്കര ശ്രീധരൻ നായരും സത്യനുമൊക്കെ നിറഞ്ഞാടിയ ഒരു ചിത്രം. ഈ ചിത്രത്തിൻ്റെ ചിത്രീകരണത്തിനിടയിൽ പെട്ടെന്നൊരു ദിവസം ശശികുമാറിനൊരു ആഗ്രഹം തോന്നുകയാണ്. ഒരു പ്രത്യേക സീൻ ക്രെയിനിൽ ഷൂട്ട് ചെയ്യണം. മദ്രാശിയിൽ നിന്ന് ക്രെയിൻ കൊണ്ടുവരണമെങ്കിൽ ഒരു മലയാള സിനിമ എടുക്കുന്ന ചിലവുണ്ട് അക്കാലത്ത്. മലയാളത്തിൽ അതിനു മുമ്പ് ക്രെയിൻ ഷോട്ടുകളൊന്നും എടുത്തിട്ടില്ലെന്നാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൻ്റെ കലാസംവിധായകനായ കൊന്നനാടിനോട് ശശികുമാർ ഈ ഐഡിയ പറയുമ്പോൾ, ചിത്രത്തിൻ്റെ ക്യാമറാമാനായ സുബ്ബറാവുവിനോട് ഈ ഐഡിയ പറയുമ്പോൾ ഇരുവരും ശശികുമാറിനെ നിരുത്സാഹപ്പെടുത്തി. എന്തിനാണ് ആ നിർമ്മാതാക്കളെ വെറുതെ വലയ്ക്കുന്നത്, നമുക്ക് സാധാരണ രീതിയിൽ ഷൂട്ട് ചെയ്ത് പോയാൽ മതിയെന്ന്. അപ്പോഴും ശശികുമാർ വിട്ടില്ല. കാരണം ഇതിലൊരു പ്രത്യേക സീനുണ്ട്. മധ്യ തിരുവിതാംകൂറിൽ നിന്നും എല്ലാം വിറ്റുപിറക്കി ഒരു കാളവണ്ടിയിൽ കോഴിക്കുഞ്ഞും ആടും അമ്മയും മക്കളും അച്ഛനുമൊക്കെയായി യാത്ര തിരിക്കുന്ന ആ കുടുംബം വിജനമായ ഏതോ ഒരു സ്ഥലത്തിരുന്ന് നിലാവിനെ സാക്ഷി നിർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു രംഗം. നിലാവിലാണ് ആ സീൻ ഷൂട്ട് ചെയ്യേണ്ടത്. കാളവണ്ടിയാണ് പശ്ചാത്തലത്തിൽ. ഇത് എങ്ങനെയെങ്കിലും തനിക്ക് ട്രെയിൻ ഷോട്ടാക്കി എടുക്കാമെങ്കിൽ മലയാളത്തിലെ തൻ്റെ സിനിമയിലെ ഏറ്റവും നല്ല സീനായിരിക്കുമെന്ന് ശശികുമാറിന് ബോധ്യമുണ്ടായിരുന്നു. പക്ഷേ സുബ്ബറാവുവും കൊന്നനാടും അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തി. നിർമ്മാതാക്കൾക്ക് ഇതിൽ താല്പര്യമുണ്ടായിരുന്നെങ്കിലും വളരെയധികം പണം മുടക്കി മദ്രാശിയിൽ നിന്നും ക്രെയിൻ കൊണ്ടുവരാൻ, ഒരു ലോറിയിൽ ക്രെയിൻ എത്തിക്കാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് അവർ തിരിച്ചറിഞ്ഞു. ശശികുമാറിൻ്റെ മനസ്സ് വെമ്പിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് കൊന്നനാട് സ്വാമി ഒരു ഐഡിയ പറയുന്നത്. അദ്ദേഹം ആ കാളവണ്ടിക്ക് പകരം മറ്റൊരു കാളവണ്ടി കൂടി കൊണ്ടുവന്നു. എന്നിട്ട് ആ കാളവണ്ടിയുടെ നുകം നീട്ടിക്കെട്ടി. ആ നീട്ടിക്കെട്ടിയ നുകത്തിന് മുകളിൽ ക്യാമറാമാൻ ഇരിക്കണം. പ്രായമായ ആളാണ് സുബ്ബറാവു. അദ്ദേഹത്തിന് ആ നുകത്തിന് മുകളിൽ കയറിയിരുന്ന്
ചിത്രത്തിൽ ക്യാമറ അതിൽ ഫിക്സ് ചെയ്ത ക്യാമറയിൽ ഷൂട്ട് ചെയ്യാൻ തീർച്ചയായും കഴിയില്ല. അങ്ങനെ ഉദയയിലെ കൃഷ്ണൻകുട്ടിയെ കൊണ്ടുവന്നു. കൃഷ്ണൻകുട്ടി ആയി അക്കാലത്ത് ശശികുമാർ പല സിനിമകളിലും സഹകരിച്ചിട്ടുണ്ടായിരുന്നു. കൃഷ്ണൻകുട്ടിക്ക് അത്രയും പ്രായമുണ്ടായിരുന്നില്ല. അദ്ദേഹം വളരെ മനോഹരമായി ഏതാണ്ട് ക്രെയിൻ ഷോട്ടിൽ ഷൂട്ട് ചെയ്യുന്നത് പോലെ ഈ രംഗം ചിത്രീകരിക്കുകയാണ്. തൊമ്മൻ്റെ മക്കളിലെ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രംഗമാണിതെന്ന് അദ്ദേഹം പിൽക്കാലത്ത് ശശികുമാർ പറഞ്ഞിട്ടുണ്ട്. വളരെയധികം ദിവസങ്ങൾ പ്രദർശിപ്പിച്ച സിനിമയായിരുന്നു തൊമ്മൻ്റെ മക്കൾ. പിൽക്കാലത്ത് മധുവിനെയും സത്യനെയും മധുവിൻ്റെയും വേഷം മോഹൻലാലിനും ലാലു അലക്സിനും കൊടുത്തുകൊണ്ട് സ്വന്തം എവിടെ ബന്ധമെവിടെ എന്ന പേരിൽ ഇതേ സിനിമ അദ്ദേഹം റീമേക്ക് ചെയ്തു. ഒരു സംവിധായകൻ ഒരുപക്ഷെ അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ റീമേക്ക് ചെയ്യുന്നത് ഒരു പുതിയ സംഭവമായിരിക്കാം അക്കാലത്ത്. ആ ചിത്രവും 100 ദിവസം ഓടി. മലയാളത്തിലെ നല്ല പാട്ടുകളുണ്ടായിരുന്ന സിനിമയായിരുന്നു ഇത് രണ്ടും. തൊമ്മൻ്റെ മക്കളുടെ കഥ, അതിൻ്റെ തിരക്കഥയുടെ കഥയെന്നാൽ ആ സിനിമയുടെ ആ കാലത്തെ സിനിമയുടെ ചരിത്രം കൂടിയാണ്. ശശികുമാർ എന്ന മലയാള സിനിമയുടെ ചരിത്രത്തോടൊപ്പം നടന്ന നമ്പ്യാതിശ്ശേരിയിൽ വർക്കി ജോൺ എന്ന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ടവന് പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ലക്കം അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. അടുത്ത ലക്കം കാണുന്നത് വരെ നമസ്കാരം.